OTT ഇറങ്ങട്ടെ, നമ്മളെ പടങ്ങൾ ആൾക്കാർ ഏറ്റെടുക്കും. സാറേ ഈ ഇപ്പൊ വന്ന പടം തന്നെയല്ലേ OTT പറഞ്ഞത്, അല്ലാതെ മാറ്റമൊന്നും സംഭവിക്കില്ലല്ലോ. ആർക്കും വേണ്ടാതെ ആരും കാണാതെ വെറുതെ പെട്ടിക്കാതിരിക്കുന്നതിന് നല്ലതല്ലേ? ഒറ്റ ദിവസം നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും കാണട്ടെ. എന്താ ഇത്? എന്തിനാ കരയുന്നേ? അല്ല അതിലെന്ത് ഇൻസ്പെക്ടർ? അഞ്ജലി കരയില്ലേ അഞ്ജലി? ആദ്യം നീയൊന്ന് കരയാതിരടാ. 2 വിഭാഗം ആളുകളെ അത് ശരിക്കും വേദനിപ്പിച്ചു. നഷ്ടപ്പെട്ടവരെ ഓർത്തു കരഞ്ഞവർ, അത്രമേൽ സ്നേഹിക്കുന്നയാളെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയിൽ ഹൃദയം പിടഞ്ഞവർ. കാണിച്ചിട്ടില്ല, സഹിക്കാൻ പറ്റില്ലപ്പാ. ആന്ന് സഹിക്കാൻ പറ്റണ്ടേ? ഞാനൊക്കെ മാറി ഇന്ന് കരയേന്. എന്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അവനെ പറ്റിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൽബ് പടം കണ്ടാണ്ട് എന്തിനാണ് നിങ്ങൾ എല്ലാരും വന്നാണ് ഇൻസ്റ്റേ കിടന്ന് മോങ്ങണത്? ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. അധികം തന്നെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല, ഇതെന്റെ വേറൊരു മൂഡിൽ ഞാൻ എഴുതിയതാ. ഇതാ കേട്ടോ. വെറുതെ ചിരിപ്പിക്കരുത്. നീ എന്താ കരയാത്തെ? നിനക്കൊന്ന് കരഞ്ഞൂടെടാ? ഞാൻ കൂടെ കരയാടാ. ഇവൻ എന്താടാ കരയാത്തെ? ഇവന് അടുത്ത ആഴ്ച വേറൊരു പരിപാടി ഉണ്ട്, അപ്പൊ അതിനു വേണ്ടി കരച്ചിൽ മാറ്റി വെച്ചെങ്ങനെയാ. എപ്പോഴും കരയാൻ പറ്റൂലല്ലോ. 2 തരം ആൾക്കാരേ ഉള്ളൂ ഭൂമിയിൽ. രണ്ടേകാൽ മണിക്കൂർ വേസ്റ്റായി എന്ന് പറയുന്നതല്ലാതെ വർമ്മയുടെ വരവ് എന്ന ചിത്രത്തെക്കുറിച്ച് പറയാൻ വേറെ വാക്കുകളില്ല. മറുവശത്ത് നന്നായിട്ടുണ്ട്. ഇതാണ് സിനിമ. സത്യം കലക്കി. ടീച്ചറെ പ്ലീസ് കരയല്ലേ. ടീച്ചറെ ആരെങ്കിലും കരഞ്ഞാൽ ഞാനും കരയും. കണ്ട എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല, എങ്ങനെ നമ്മളെ പടം ഇങ്ങനെ പൊട്ടിപ്പോയത്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. എനിക്കറിയാമായിരുന്നു നീ എന്റെ അടുത്ത് തന്നെ വരുമെന്ന്. നിനക്കൊക്കെ ഉള്ളടാ എന്നൊരു പുച്ഛം. എക്സ്ക്യൂസ് മീ, ഈ തീപ്പന്തലിൽ പൂവാന ശല്യം ഒരു മിനിറ്റ്. ഉദ്ദേശിച്ച ആള് ഞാൻ തന്നെയാണ്, തകർത്തോളൂ.